നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ദമയന്തിയുടെ അന്തഃപുരത്തിൽ ചെന്നു. ദ്വാരപാലകന്മാരും ഭടന്മാരും ഒന്നും എന്നെ കണ്ടില്ല. ദമയന്തിക്ക് മാത്രമേ എന്നെ കാണുവാൻ സാധിച്ചുള്ളൂ. നിങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ദമയന്തിയോട് സംസാരിച്ചു. നിങ്ങളെ ആരെയെങ്കിലും വിവാഹം കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചുവെങ്കിലും അതൊന്നും ദമയന്തി ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. പകരം എന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ് ദമയന്തി പറയുന്നത്. ഞാനും വിവാഹത്തിന് എത്തണമെന്നും ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ എന്നെ വിവാഹം കഴിക്കണം എന്നതാണ് ദമയന്തിയുടെ ആഗ്രഹം. ഇനിയെല്ലാം നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മറ്റൊന്നും എനിക്കറിയില്ല. അങ്ങനെ ദമയന്തിയുടെ സ്വയംവരം സമാഗതമായിരിക്കുന്നു. നഗരം മുഴുവൻ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചു. എവിടെ നോക്കിയാലും ഒരു ഉത്സവത്തിന്റെ പ്രതീതി. സ്വയംവര സദസ്സ് കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭ കൊണ്ട് തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ സ്വയംവര മുഹൂർത്തം എത്തി. സൗന്ദര്യത്തിന്റെ നിറകുടമായ ദമയന്തി സ്വയംവര മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. സ്വയംവരത്തിന് എത്തിച്ചേർന്ന രാജാക്കന്മാരെല്ലാം ദമയന്തിയെ കൗതുകത്തോടെ നോക്കി നിന്നു.